അമ്മ പഠിപ്പിക്കാൻ പാടില്ല കുട്ടിയെ. ട്യൂഷൻ ടീച്ചറെ ഏർപ്പെടുത്താനും പാടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ചല്ലോ, നിങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്. നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പം തന്നെ പറയും അമ്മ പഠിപ്പിക്കാൻ പാടില്ല കുട്ടിയെ, ട്യൂഷൻ ടീച്ചറെ ഏർപ്പെടുത്താനും പാടില്ല. അപ്പം ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കുട്ടിക്ക് ഒരു നോർമൽ ചൈൽഡിന് ആവശ്യമില്ല. സന്ദീപിനിയിൽ 10 പേരെ ഇരുത്തി പഠിപ്പിക്കുന്ന സ്കൂളിൽ നമ്മുടെ ടീച്ചറിന് വളരെ നന്നായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരെ നമുക്ക് മനസ്സിലാക്കി വിടാൻ സാധിക്കും. സന്ദീപിനിയുടെ സിസ്റ്റം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങുന്നതും എവരി ഡേ നമ്മൾ ഓരോ കുട്ടിയെ ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടാണ് അവരെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ എന്താണ് പഠിക്കാൻ കൊടുത്തത്, സപ്പോസ് ഇന്ന് നമ്മളൊരു വർക്ക് കൊടുത്തു, ഒരു മാത്സ് ടീച്ചർ പറഞ്ഞു ഓക്കെ 5+5 നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് വരണം എന്ന് പറയാം. കുട്ടി ചെയ്തില്ല. പിറ്റേ ദിവസം വരുമ്പം വി മേക്ക് ദം ടു ഡു ഇറ്റ് ഇൻ ദി ക്ലാസ് റൂം ഇറ്റ്സെൽഫ്. അമ്മ അവിടെ വടിയും പിടിച്ച് ഹോംവർക്ക് ചെയ്തു എന്ന് ചോദിച്ച കുട്ടിയുടെ പിറകിൽ നടക്കേണ്ട ആവശ്യം ഇല്ല. ദാറ്റ് ഈസ് നോട്ട് ദ വേ ഓഫ് സന്ദീപിനി ടീച്ചിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ മനസ്സിലാക്കി, ഓരോ കുട്ടിയെ മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിച്ച് നല്ല നല്ല മെത്തഡോളജി കൂടെ പഠിപ്പിച്ച്, ഇങ്ങനെ ക്ലാസ് റൂമിൽ പുസ്തകം വായിച്ച് റോട്ട് ലേണിങ്ങിന് പകരം അവരെ ആക്ടിവിറ്റി കൂടെ പഠിപ്പിച്ച്